അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ തല അല്ലേ, തല അജിത്ത് എന്നാണ് പറയുമെങ്കിലും മറ്റൊരു തല ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് ക്രിക്കറ്റ് ആരാധകർക്കുള്ളത് അത് മറ്റാരുമല്ല മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന മഞ്ഞപ്പടയുടെ തലയാണ്. പക്ഷേ തല അപ്രതീക്ഷിതമായിട്ട് ഈ ദിവസങ്ങളേ ഉള്ളൂ IPL തുടങ്ങാൻ, ഞാൻ ഈ തലസ്ഥാനം ഒഴിയുന്നു, പകരം മറ്റൊരാൾ വരുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നായക സ്ഥാനത്തേക്ക് എത്തുകയാണ്. ധോണി ഇനി നായകനായിട്ടല്ല, പക്ഷെ ഒരു തലയായിട്ട് തലാസ്ഥാനം അങ്ങനെ ധോണിക്ക് ഒഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആരാധകരുടെ മനസ്സ് വെച്ചാൽ. നമുക്ക് അതിനെക്കുറിച്ച് രാഹുൽ നമ്മളോട് പറയും. രാഹുലെ, ധോണി ഒരിടയ്ക്ക് അദ്ദേഹം ഒന്ന് കുറച്ചാളൊക്കെ മാറുന്നെങ്കിലും വീണ്ടും ആ നായക സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ തന്നെ കാണാൻ കഴിയുന്നുള്ളൂ. 5 കപ്പടിച്ചു കൊടുത്താണ്. 10-17 വർഷമായിട്ട് ഇതിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ്. അപ്പോൾ ഈ ഋതുരാജ് ഗെയ്ക്വാദിനെ ഒരു തല എന്ന നിലയിലേക്ക് ആളുകൾ പ്ലേസ് ചെയ്യുമോ, അതോ തല ഇപ്പോഴും ധോണി തന്നെ ആയിരിക്കുമോ? തീർച്ചയായും പേരുകളും കാര്യങ്ങളും ഒക്കെ ഒരാൾക്ക് കിട്ടുന്നത് എന്താ പറയുക, അത് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. ഇപ്പം ഒരു യുഗം അവസാനിച്ചു എന്നൊക്കെയുള്ള രീതിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പോലും ഇതിനെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു PR വർക്ക് അവർ ചെയ്യാറുണ്ട്, വ്യക്തികളെ വെച്ച്, മത്സരങ്ങളെ മൊമെൻറ്റുകൾ വെച്ച്. ഇപ്പോൾ തന്നെ ധോണിയുടെ അവസാന സീസണിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ മുടിയൊക്കെ വളർത്തി പഴയ സ്റ്റൈലിൽ വരുന്ന ധോണി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമായി നിന്ന സമയത്ത് കുറച്ച് വ്യക്തികൾ അവർക്ക് ആരാധകരെ ഉണ്ടാക്കുന്നു. പിന്നീട് IPL എന്ന് പറഞ്ഞ് 2008 തുടങ്ങുമ്പോൾ ആ ആരാധകർ അതേപോലെ അവരുടെ ടീമിനെ ആരാധിക്കുകയാണ് ചെയ്തത്. ഏത് സ്ഥലമെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുംബൈ ഇന്ത്യൻസ് ഉണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ട്. അപ്പം ഈ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടല്ല, താരങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരാധന തുടങ്ങുന്നു. പിന്നെ ടീമിനെ ആരാധിക്കുന്ന തരത്തിലേക്ക് വരുന്നു, അവരുടെ പാട്ടുകൾ ഇറങ്ങുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു മാസ് വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ വളരെ മനോഹരമായ ട്രാക്ക് റെക്കോർഡാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്. ഈ പറഞ്ഞതുപോലെ IPL വിവാദവും കാര്യങ്ങളും ഒക്കെ ഒരു വശത്തുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എങ്കിലും ഈ പറഞ്ഞതുപോലെ 14 സീസണുകളിൽ 12 ക്വാളിഫയറിൽ കയറുക, 5 കിരീടങ്ങൾ നേടി മുംബൈ ഇന്ത്യൻസിനൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്ന വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ടീം, അതിന് ദിവിഷേട്ടൻ സൂചിപ്പിച്ച പോലെ തല എന്ന് പറയുന്നത് ആ തലയായി നിന്ന മനുഷ്യനാണ് ഇപ്പോൾ ഒഴിയുന്നത്. ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിനെയൊക്കെ ഇനി എത്രമാത്രം ടെൻഷനായിരിക്കും, പ്രഷറായിരിക്കും ഈ പറഞ്ഞ ഈ തലയെന്ന് പറയുന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ തലയെന്ന് പറയുന്ന ആ ഒരു പദവിയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രഷറായിരിക്കും. പിന്നെ ഇതുപോലെ റെയ്നയ്ക്ക് ചിന്ന തല എന്നൊക്കെ പറയുന്ന രീതിയിൽ വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിശേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നത് അവരുടെ പ്രതിഭ അവർ ഈ കളിക്കളത്തിൽ പുറത്തെടുക്കുമ്പോഴാണ്. അങ്ങനെ പ്രതിഭ പുറത്തെടുത്ത ഒരു മനുഷ്യനാണ് ധോണി. അപ്പോൾ തീർച്ചയായും ഇനിയും ചർച്ചകളുണ്ടാകും, കാര്യങ്ങളുണ്ടാകും. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്രമാത്രം മികച്ചതായിരുന്നു എന്നുള്ളതാണ്. ശരിയാണ് രാഹുൽ.